എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, ഈ ആണുങ്ങളോട് ഞാൻ പറയുകയാ, നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവനാണെന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ആരാ ഉറക്കെ പറഞ്ഞ ആരാ? നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളോട് പറയുകയാ, നീ മരിച്ചുപോയാൽ നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരല്ല. ആരാ പറയേണ്ടത്? നിന്റെ കൂടെ കിടക്കുന്ന, നീ ചെലവിന് കൊടുക്കുന്ന, നീ മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ ഇവിടെ? പറയോ? നിങ്ങള് ഈ ഇരിക്കണ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഭാര്യ പറയോ നീ നല്ലവനാണെന്ന്? പറയോ താത്താമാരെ? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താ നിങ്ങളുടെ പെണ്ണുമ്പിള്ളിക്കല്ലേ അറിയത്തുള്ളൂ. ഓള് ലോകത്ത് ആരെക്കുറിച്ചും നല്ലവനാണെന്ന് പറയും, പക്ഷെ നമ്മളിൽ പലരെ കുറിച്ചും പറയാൻ അവർ തയ്യാറാകില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. ഇപ്പൊ ഇതാണ് ഈ ആണുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാഴതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയും, ഉസ്താദ് പറഞ്ഞ കേട്ടോടി, ഉസ്താദ് പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭർത്താവ് വലിയ അഭിമാനത്തോടു കൂടി ഭാര്യയോട് പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. നീ എന്റെ മൂക്കിനകത്ത് നിന്ന് ചീഞ്ചലം ഒഴുകി വന്നാൽ അതുപോലും നീ തുടച്ചെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാണെന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നത്. ഭർത്താവ് ഭാര്യയോട് പറയുക, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ പൊന്നാര കാക്ക, നീ പോണെങ്കിൽ ഓള് വിചാരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഇതാരാ പറയുന്നേ? എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്നവനെ പെണ്ണുമ്പിള്ളി എടുത്ത് പോയിട്ട് പറയാം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. നാട് മുഴുവനും പെണ്ണും പിടിച്ചടക്കുന്നവനാ ഭാര്യ എടുത്ത് പോയി പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് പോകണമെങ്കിൽ ഓള് വിചാരിക്കണം, ഓളുടെ പൊരുത്തം കൂടെ നിനക്ക് വേണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുമോ ഇല്ലയോ എന്ന് അവനവൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യ, ഇവിടെ നാട്ടുകാർ നീ മഹാനാണെന്ന് പറയും, നീ വലിയ ആളാണെന്ന് പറയും, അതിലൊന്നും കാര്യമില്ല. ഭാര്യ പറയട്ടെ, നിന്റെ കൂടെ കിടന്ന് നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. 40,000 പേരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയുന്നുണ്ടാകും, പടച്ചവനെ ആദ്യമായിട്ടാണ് ഒരു ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി വഅദ് പറയണേ. സാധാരണ വഅദ് പറയുന്ന ഉസ്താദന്മാർ മുഴുവനും പെണ്ണുങ്ങളെ കുറ്റവാ പറയാറ്. ആദ്യമായിട്ടാണ് ഒരു ഉസ്താദ് നമുക്ക് വേണ്ടി പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ പറയണം. എന്താണ് ചങ്ങാതി, നിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കണം. നിന്റെ ഭാര്യയോട് നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ ഭാര്യക്കറിയാം. നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയ ആളാ, അങ്ങനെ ചിലതുണ്ട്. നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊടുക്കും. എന്താപ്പാ KL 86C 5167, KL 86C 5167, ഇത് ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്ന് മാറ്റിക്കൊടുക്കുക. അള്ളാഹു നമ്മുടെ വഴി എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ഭാര്യ പറയണം. നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിക്കാ, ചോദിച്ചാൽ തരാനും പിടിക്കാനൊക്കെ ആൾക്കാരുണ്ടാകും. നാട് മുഴുവൻ ഇങ്ങനെ നടന്ന് 4 പെണ്ണ് കെട്ടാം, 4 വരെ പെണ്ണ് കെട്ടാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവിടെ ഇവിടെ ഒളിച്ചൊക്കെ പെണ്ണ്, എന്തിനാണ് മക്കളെ ഒളിച്ചും പാത്തൊക്കെ പെണ്ണ് കെട്ടുന്നെങ്കിൽ അഭിമാനത്തോടെ നല്ലപോലെ കെട്ട്. ഇതെങ്ങനെ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ഒന്നിനെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചിട്ടൊരു വാടക വീട്ടിൽ കൊണ്ടിട്ടിട്ട് മാസത്തിൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് പിരിവിന് പോണ പോലെ പോയിട്ട് വരാൻ പറ്റൂല. നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. തൻ്റെ ഭാര്യമാരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വേർതിരിവ് കാണിച്ചാൽ അവൻ നരകത്തില. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നീ നാട്ടുകാരറിഞ്ഞൊന്നും അറിയാതെ ഒന്നും ഒളിച്ചും പാത്തും എന്തിനാ കെട്ടണമെങ്കിൽ അന്തസ്സോടെ കെട്ട്, എല്ലാവരും അറിയട്ടെ. കെട്ടാൻ നിനക്ക് ധൈര്യമുണ്ടല്ലോ. അപ്പൊ പിന്നെ നാട്ടുകാർ മുഴുവനും അറിയ അന്തസ്സോടെ മഹല്ലുകാർ അറിഞ്ഞ് കല്യാണം കഴിക്ക്. എന്തിനാ ഒളിച്ചും പാത്തും നടക്കുന്നത്? എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനായിക്ക ഒളിച്ചും പാത്തും നടക്കണം? അന്തസ്സോടെ കെട്ടിക്കൊണ്ട് വാ, ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയണം. അള്ളാഹു നമ്മുടെ ഭാര്യ സഹോദരിമാർക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറയോ? പറയും. ഒന്ന് പോയി നോക്ക് കെട്ടുന്ന കാര്യമൊക്കെ.
നിങ്ങളിന്ന് വയത് കഴിഞ്ഞിട്ട് ഈ ചിരിക്കണ കാക്കാനോട് ഞാൻ പറയാ, ഇന്ന് വയത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നു, എല്ലാ ജോലിയും കഴിഞ്ഞ് നീയും ഭാര്യയും കൂടെ കട്ടിലിൽ കിടക്കുമ്പോ ചുമ്മാതെ ഒന്ന് ചോദിക്കണം, ആയിഷ എടി ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലത് പറയുമോ എന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, എന്താ മറുപടി എന്നറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഭാര്യമാർക്ക് കൊടുക്കേണ്ട പരിഗണനയും സ്ഥാനവും കൊടുക്കണം. അവർക്ക് എന്താണ് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ ഭർത്താവിൻ്റെ ബാധ്യതയാ. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടത് കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ബാധ്യതയാ. അല്ല, അവരുടെ അല്ല. അത് വാങ്ങിച്ചു കൊടുക്കണം. അവൾക്ക് നിർബന്ധമൊന്നുമില്ല വീട് തൂക്കണമെന്നോ തുണി കഴുകണമെന്നോ മക്കളെ നോക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാ. വീട്ടിലെ നിന്റെ ഭർത്താവിൻ്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം. ഭർത്താവിന് മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വെച്ച് തരണം. ഇതൊന്നും പെണ്ണിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് അവൾക്ക് ചെയ്തു തരുന്ന ഒരു ഹിദ്മത്ത്. എൻ്റെ ഭാര്യയോട് ഞാൻ പറയാം, നീ എനിക്ക് ഭക്ഷണം വെച്ച് തരണം, എനിക്ക് വസ്ത്രം കഴിച്ചിട്ട് പറയാൻ അവകാശമില്ല. കാരണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ അതിഥിയായി വന്നവളാണ് നമ്മുടെ ഭാര്യ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത് കൊടുക്കാതെ വരുമ്പോഴാണ് ഈ പെണ്ണുങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഭർത്താവിൻ്റെ പൈസ അനുവാദമില്ലാതെ എടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരാറില്ല നബിയെ, എനിക്ക് ചെലവിന് തരാറില്ല. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആവശ്യമുള്ള പൈസ ഞാൻ എടുക്കാറുണ്ട്. അത് പാടുണ്ടോ നബിയെ? അത് ശരിയാണോ നബിയെ? നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിന്ദ് റളിയല്ലാഹു തആലയ്ക്ക് കൊടുത്ത മറുപടി, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. ഭർത്താവ് നിനക്ക് ആവശ്യപ്പെട്ടതുപോലും അർഹതപ്പെട്ടതുപോലും നിന്റെ ഇക്ക നിനക്ക് തരുന്നില്ല. നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുന്നില്ല, നിനക്ക് വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ പോലും, ഒരു പെണ്ണിന് ആവശ്യമുള്ളത് പോലും മരുന്ന് വാങ്ങാൻ പൈസ തരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് നബി തങ്ങൾ ഹിന്ദ് റളിയല്ലാഹു തആലയോട് പറഞ്ഞ ഈ ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഭാര്യ എപ്പോഴും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയണം, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരിക്കണം ഭാര്യയ്ക്ക്. അങ്ങനെ പറയുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മൾ ഓരോ ഭർത്താക്കന്മാരും നടത്തണം. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഭാര്യയുടെ മാതൃക പുരുഷനായി നമ്മൾ മാറണം. നമ്മുടെ ഭാര്യ നമ്മളെ കണ്ടു പഠിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയണം. അവൾ നമ്മളെ കണ്ടു വേണം പഠിക്കാൻ. നമ്മുടെ ഭാര്യ, അതാണ് പറഞ്ഞത്, നമ്മൾ അവരുടെ ഇമാമാകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും നീ കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണം. അവസാനം പറയുന്നു, അവരുടെ ഇമാമാക്കണം പടച്ചവനെ എന്നെ. അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വല്ലാത്ത സന്തോഷമാണ്. പടച്ചവനെ, പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ ഭർത്താവ് നല്ലവനാണ്, 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 സ്വർഗം കൊടുക്കണേ അല്ലോ എന്ന് നീ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്റെ ഭർത്താവിന് വേണ്ടി സാക്ഷി നിന്നാ, പെങ്ങളെ, സ്വർഗമുണ്ട് മോനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, സ്വർഗമുണ്ട് പെങ്ങളെ. ഇനി നിന്റെ കാര്യം എന്താ പെങ്ങളെ? പെങ്ങളെ, നിനക്കും സ്വർഗം വേണമല്ലോ, നിനക്കും സ്വർഗം വേണമല്ലോ. നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? ആരാണ് നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും വരികയാണ്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാ
റിയാദ് യുദ്ധത്തിന് പോയിരുന്നോ? പടച്ചവരെ സഹായത്തിന് വേണ്ടി ആയിഷ ബീബി കടന്നു പോയിരുന്നോ? അതാ യുദ്ധം കഴിഞ്ഞ നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരുമ്പോ ഒരുപാട് ദൂരയാത്രയാണ്. പടച്ചവനെ മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനാണുങ്ങളെ സ്വഹാബത്ത് മുഴുവനും പിടിച്ചു നിർത്തി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങിപ്പോയി. തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നുപോയി. തന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്ന വാഹനത്തിലേക്ക് കയറുകയാണ്. എല്ലാവരും കണ്ടടോ, തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറുന്നത് നബി തങ്ങൾ കണ്ടു, സ്വഹാബത്തിലെ പലരും കണ്ടു. ആയിഷ ബീബി കയറിയെന്ന് ഉറപ്പായപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പോ സഹാബാ. സഹാബത്ത് മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. പലരും തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. മാല നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാവുകയാണ്. താൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ഓർമ്മ വന്നടോ. ആയിഷ ബീബി എന്ത് ചെയ്തെന്നറിയോ? അള്ളാന്റെ റസൂലിനെ നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ്. ഒരാൾ പോലും ആയിഷാനെ കണ്ടില്ല. അല്ലാഹുവേ, ആയിഷ ബീബി ആരോടും പറഞ്ഞതുമില്ല. അങ്ങനെ മാല തേടിയിട്ട് അവിടെ ഇറങ്ങിപ്പോയി. സഹാബത്ത് മുഴുവനും കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ആയിഷ കേറുന്നത് കണ്ടതാണല്ലോ, അതുകൊണ്ട് നോക്കിയില്ലടോ. നബി തങ്ങളും സ്വഹാബത്തും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. അവരവിടെ നിന്ന് യാത്ര തുടങ്ങി. പടച്ചവനെ, അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും കാണുന്നില്ല. എല്ലാവരും പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, വഴിയോരത്തിരുന്ന് കരയുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ കുതിരപ്പുറത്ത് വരികയാണ്. ഒറ്റയ്ക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്നറിയോ? നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറ്. യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു വെച്ച സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പടച്ചവനെ കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഹിജാബ് ഇട്ടിരുന്ന ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയോ ചാടി ഇറങ്ങുകയാണ്. ഉമ്മാ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. ഈ സഫ്വാൻ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാമുമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ
വേറെ വഴിയില്ലടോ. അവിടുന്ന് വാഹനപ്പുറത്ത് കയറുകയാണ്. അങ്ങനെ സഫ്വാനും ആയിഷ ബീവിയും അവിടുന്ന് യാത്ര തുടങ്ങി. അള്ളാന്റെ റസൂലും സ്വഹാബത്തും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. ആയിഷാനെ കാണുന്നില്ല. എല്ലാവർക്കും വല്ലാത്ത പ്രയാസമായി. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയെ കാണുന്നില്ല. എല്ലാവർക്കും വല്ലാത്ത ബേജാറായി. പടച്ചവനെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാരും നബി തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി നടന്നു വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ വാഹനത്തിന്റെ മുകളിലിരിക്കുകയാണ്. നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സംഭവിച്ച സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾക്ക് സമാധാനമായി, സഹാബത്തിന് സമാധാനമായി. അങ്ങനെ അവിടുന്ന് യാത്ര തുടരാ സമയമായപ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ പറയാൻ തുടങ്ങി. രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒറ്റയ്ക്കാണ് വന്നത്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒറ്റയ്ക്കാണ് വന്നത്. ഒരുപാട് നേരം ഒരുമിച്ചാണ് വന്നത്. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് അവിടെ അപവാദം തുടങ്ങുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നടോ. ഒരു നാട് മുഴുവനും പടരുകയാണ്. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് കാഫിരീങ്ങളല്ല, പറഞ്ഞത് പടച്ചവനെ മറ്റുള്ളവരല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ മുസ്ലിമീങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മുനാഫിക്കീങ്ങളാണ് പറഞ്ഞു വരുത്തിയത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചടോ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ആയിഷാനെ കുറിച്ച് ചർച്ചയായി. എവിടെയും ആയിഷ, എവിടെയും ആയിഷ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ പഞ്ചായത്തല്ല, ഒരു കുടുംബമല്ല, മദീന മുഴുവനും ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബി തങ്ങൾ ആരോടും മിണ്ടുന്നില്ല, പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം സ്വഹാബത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? നമസ്കാരം കഴിഞ്ഞ പള്ളിയുടെ മിഹ്റാബിലേക്ക് കേറുകയാ. നബിതങ്ങള് പള്ളിയുടെ മിഹ്റാബിൽ കേറി. നബിതങ്ങള് പള്ളിയുടെ മിഹ്റാബിൽ കേറി. എന്നിട്ട് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വിളിക്കുന്നു, യാ സ്വഹാബാ, നിങ്ങൾ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നു സ്വഹാബാ. ഞാൻ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നു സ്വഹാബാ. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം എന്തെന്നറിയോ? സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് സഫ്വാൻ. ആ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുമായി 8 മണിക്കൂറുകൾ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചു വന്നത്. എന്തു പറ്റി എന്ന് പോലും ചോദിച്ചില്ല. ഉമ്മാന് എന്ത് സംഭവിച്ചതാണെന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ല. ആ സഫ്വാനിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടപ്പോ നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ പെങ്ങളെ? അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താ? പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അള്ളാന്റെ റസൂല് വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളൊക്കെ എന്തു പറഞ്ഞാൽ, എൻ്റെ ആയിഷാനെ കുറിച്ച് നിങ്ങളൊക്കെ എന്തു പറഞ്ഞാൽ എനിക്കെൻ്റെ ആയിഷയെ അറിയാം, ഞാൻ വിശ്വസിക്കില്ല സഹാബാ. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ.
നിബിതങ്ങളുടെ മറുപടിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്. അവിടെന്ന് പറയുന്നു ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. സ്വഹാബത്തേ, അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാണ്, എൻ്റെ ആയിഷ എൻ്റെ കൂടെ കഴിഞ്ഞവളാണ്, ഇന്നലെ വരെ എൻ്റെ കൂടെ നടന്നവളാണ്. ഞാൻ കണ്ടിട്ടില്ലടോ മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എൻ്റെ ആയിഷ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്, എൻ്റെ ആയിഷ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത്, നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ലതല്ലാതെ എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആയിഷ നല്ലവളാണ്, എൻ്റെ ആയിഷ നല്ലവളാണ്. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ ഭർത്താവ് പറയുന്നു ഇല്ല ഇല്ല ഇല്ല, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, അവൾ നല്ലവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ പടച്ച റബ്ബേ, വഅദ കേൾക്കാമെന്ന ഫർദിയും ഹിജാബും ധരിച്ച ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെങ്ങനെ പറയുമെന്ന്? നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ, എൻ്റെ ഭാര്യ അല്ലാഹുവിനെ പേടിയുള്ളവളാണ്, അവൾ ഒരിക്കലും ചതിക്കുന്നവളല്ല, അവൾ വഞ്ചിക്കുന്നവളല്ല, അവൾ എന്നെ പറ്റിക്കുന്നവളല്ല, അവൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവളാണ്. എനിക്കിതുപോലെ ഒരു ഭാര്യ എൻ്റെ റബ്ബനിക്ക് തന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അല്ലാഹുവേ, പറയുമോ സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമോ? പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? നിനക്ക് രക്ഷപ്പെടണോ? നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തം വേണമുമ്മ. ആ മനുഷ്യൻ പറയണം നീ നല്ലവളാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയെ കുറിച്ച് ഒരു വ്യഭിചാര ആരോപണം ഒരു വാർഡല്ലടോ, ഒരു പഞ്ചായത്തല്ല, ഒരു നാട് മുഴുവനും ചർച്ച ചെയ്തു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞത്, എനിക്കറിയാം എൻ്റെ ആയിഷാനെ, അവൾ അങ്ങനെ ചെയ്യൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു നിന്റെ ഭാര്യ ടൗണി ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അവനുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫോൺ വിളിച്ചു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന മറുപടി, ഞാൻ വരുന്നതിന് മുമ്പേ നീ പൊക്കോണം വീട്ടിൽ. നമ്മൾ പറയുന്നൊരു മറുപടി എന്താ? ഞാൻ വരുന്നതിന് മുമ്പേ നീ രക്ഷപ്പെട്ടോണം, വീട്ടിൽ പോയാലേ കഴിഞ്ഞു. അത് സത്യമോ? അതൊന്ന് തിരക്കുവാനുള്ള മനസ്സുപോലും നമ്മളിൽ പലരും കാണിക്കാറില്ല. എടാ ചങ്ങാതി, 25 കൊല്ലം നിന്റെ കൂടെ കിടന്ന ഭാര്യയെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യ സംശയത്തിന്റെ ലോകമാ. ഭാര്യ ഭർത്താവ് സംശയത്തിന്റെ നിഴൽ കാണുന്നു, ഭാര്യ ഭർത്താവിന് സംശയത്തിന്റെ നിഴൽ കാണുന്നു. അതിന്റെ കാരണം എന്തേ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കാൻ പാടില്ല, ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ എടുക്കാൻ പാടില്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കുക, സ്വന്തമായിട്ട് മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കടോ. കള്ളത്തരം പറയരുത്, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലെന്നാ. മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, താത്താമാരൊക്കെ ഒന്ന് കൈവക്കിക്കേ, സ്വന്തമായിട്ട് മൊബൈലുള്ളവർ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, കോടികൾ വെക്കുന്ന ലോക്കർ ഉണ്ടല്ലോ, കോടികൾ വെക്കുന്ന ലോക്കറിനില്ലാത്ത ലോക്കാണ് എല്ലാവരുടെയും ഫോണിൽ. ഓരോ ആണും പെണ്ണ് വിട്ടിരിക്കുന്നത്, ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഒക്കെ പോയി നോക്കിക്കേ, അതിൻ്റെ ലോക്കറിന് പോലും ഇത്രയും ലോക്ക് ഉണ്ടാവില്ല. അത്രയ്ക്ക് ലോക്കാ. പടച്ചോനെ, കയറണമെങ്കിൽ തന്നെ ലോക്ക്, ഓപ്പൺ ആക്കണമെങ്കിൽ ലോക്ക്. ഞാൻ വഴുത കഴിഞ്ഞൊരിക്കൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണം. ഒരു പ്രായം ചെന്ന മനുഷ്യനാ, നിന്ന് കൊടുത്തു. അദ്ദേഹം ലോക്ക് അടിക്കുന്നത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ വാപ്പയുടെ ലോക്ക് പോലും അങ്ങനെയുള്ള ലോക്കുകളാണ് ഇന്ന് ഫോണുകളിൽ. ആണും പെണ്ണും മറച്ചു വെക്കുകയാ. ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ പരിശോധിക്കുന്നത്? നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നത്? ഭർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ, നിനക്ക് സംശയ രോഗമാടി, എൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുന്നു. അയാൾക്ക് സംശയ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചോദിക്കട്ടെ സഹോദരി, എന്തിനാ ലോക്ക്? മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ ലോക്ക്?
മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ ധൈര്യമായിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹാളിൽ ഇങ്ങനെ വെക്കാൻ ധൈര്യം ഉണ്ടോ കാക്ക? ഈ വലിയ കൊലകൊമ്പനല്ലേ ലോക്കിടാതെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഹാളിന്റെ മുകളിൽ കൊണ്ടുപോയി ആർക്ക് വേണമെങ്കിലും ഇത് എടുത്തു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കൊണ്ടുപോയിട്ട് വെക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളൊക്കെ സിറാജ് ഏട്ടാ, എൻ്റെ ഫോണിന്റെ ലോക്ക് ഞാൻ ആർക്ക് വേണമെങ്കിലും പറഞ്ഞുതരാം, എൻ്റെ ഭാര്യയ്ക്ക് വരെ അറിയാം. എൻ്റെ ഫോണിന്റെ ലോക്കും എൻ്റെ ഭാര്യയുടെ ഫോണിന്റെ ലോക്കും ഒന്ന് തന്നെയാണ്. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നെൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയാ. ഇന്നെൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അവൾ എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്നെൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അള്ളാഹു ആ പാവത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരാമീൻ പറയടോ. അള്ളാഹു അവൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. 24-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ തന്നെ അതിനുള്ള ദുആ മാത്രമേ ഉള്ളൂ. വിവാഹ വാർഷികം വരുമ്പോഴും എപ്പോഴും എല്ലാ വർഷം വരുമ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഓൾക്ക് ഇതിനേക്കാളും വലിയ സമ്മാനം എന്ത് കൊടുക്കാനാ? ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേക്ക് മേടിച്ചിട്ടില്ല. എൻ്റെ മകൻ എൻ്റെ സിനാൻ നഈമിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ചോദിച്ചു, വാപ്പ ഒരു കേക്ക് മേടിക്കോ, വേറെ പണി വല്ലതും ഉണ്ടെന്ന് നോക്കടാന്ന്. മോൻ തന്നെ പറയുന്നുണ്ട്, വെറുതെ എന്തിനാടോ ആ കേക്ക് മേടിച്ച് പൈസ കളയണത്? അള്ളാഹിനോട് ദുആ ചെയ്യ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഫോണിന്റെ ലോക്ക്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാരണം ഉസ്താദ് കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ. കുറെ കാലം വരെ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നൊരു മറുപടി, ഉസ്താദ് കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടത്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? പാപ്പ നിന്റെ ഫോൺ നിന്റെ മോന് വേണോ? പെങ്ങളെ നിന്റെ ഫോൺ വേണോ? നിന്നെക്കാളും വില കൂടിയ ഫോണുമായിട്ട് തലകണ എത്രയുള്ള ടാബുമായിട്ടാ മക്കൾ നടക്കുന്നത്. നിന്റെ ഫോൺ ആർക്ക് വേണം? ഇവിടെ നമുക്ക് മറച്ചു വെക്കാൻ പലതും ഉണ്ടടോ. കള്ളത്തരങ്ങൾ. ഭാര്യയുടെ ഫോൺ ഭർത്താവ് തുടരുത്, ഭർത്താവിന്റെ ഫോൺ ഭാര്യ തുടരുത്. ഓ അള്ളാഹു ആലം പടച്ചോനെ, ഭർത്താവ് കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ നടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ നീ പരിശോധിക്കണം, എന്തിനാണെന്ന് ചോദിക്കണം ചങ്ങാതിമാർ. കള്ളത്തരങ്ങൾ ഇതെല്ലാം തുറന്ന പുസ്തകമാകണം. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് സ്നേഹമില്ല, ചതിയും വഞ്ചനയും കാണിക്കുന്ന എന്തുകൊണ്ട്? ഇന്ന് ചതിയും വഞ്ചനയുടെ കാലമാ. പറ്റിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം, ചതിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും ചതിക്കാം. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചോ, കൊടുക്കുന്നതേ തിരിച്ചു കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എടാ നീ വിചാരിക്കുന്നെന്തേ? നീ ഇങ്ങനെ ഒളിച്ചും പാത്തും പലതും ചെയ്തുകൊണ്ട് നടക്കുന്നു. ഒരു ദിവസം നിന്നെയും പറ്റിക്കപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെങ്ങളെ, നീ ഇങ്ങനെ 2-3 സിമ്മുമായിട്ട് ചാറ്റി നടന്നോ? നിന്റെ ഇക്ക തങ്ങളാണെന്നാ നീ വിചാരിക്കണേ. ഒരു ദിവസം ഓനും പോകും. അതങ്ങനെയാണ്, അതിൻ്റെ നിയമം അങ്ങനെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്നേഹമില്ലട ഇന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹമൊന്നുമില്ല. പരാതി, ഉസ്താദെ കല്യാണം കഴിഞ്ഞോ സ്നേഹം പോയി, പ്രേമിച്ചപ്പോൾ എന്തായിരുന്നില്ലേ, ചക്കര മുത്തേന്നൊക്കെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം പോയി. സ്നേഹമില്ല ഉസ്താദെ. എങ്ങനെ സ്നേഹം ഉണ്ടാകും പെങ്ങളെ? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഇരിക്കണ ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചുപോയി എന്ന് കരുതുക. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 10-21 ദിവസം കഴിഞ്ഞു. അപ്പോഴാ ഒരാൾ വന്നിട്ട് നിന്റെ ഭർത്താവിനോട് പറയുന്നു, ചങ്ങായി ഭാര്യ മരിച്ചുപോയി, എന്ത് ചെയ്യാൻ? അതൊക്കെ റബ്ബിന്റെ തീരുമാനം. നിനക്ക് വലിയ പ്രായമൊന്നും ഇല്ലല്ലോ, മക്കളൊക്കെ ചെറുതല്ലേ, നമുക്കൊരു കല്യാണം ആലോചിച്ചാലോ? മരിച്ചുപോയ നിന്റെ ഭർത്താവിന്റെ ചാരത്ത് വന്നിട്ട് ഒരാൾ പറയുക, അളിയ ഒരു നല്ല പെൺകുട്ടിയുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ? ഭർത്താവ് പറയുന്ന മറുപടി, 40 കഴിയട്ടെ എളിയ, അല്ലെങ്കിൽ നാട്ടുകാർ വല്ലതും പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ മറുപടി എന്തെന്നറിയോ? 40 കഴിയട്ടെ. 40 ആവുന്നതിന് മുമ്പ് കെട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയും. അതുകൊണ്ടൊരു 40 ദിവസം നീ ക്ഷമിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി നമ്മൾ മരിച്ചുപോയി എന്ന് കരുതുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണ് 4 മാസവും 10 ദിവസവും ഇരിക്കണം. ആരാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞേ? ഈ 4 മാസവും 10 ദിവസവും ഇരിക്കുന്നത് വല്ല പ്രായമുള്ള ഉമ്മമാര് വല്ല ഇരുന്ന് 40 കഴിയുന്നത് വരെ തട്ടി മുട്ടിയിട്ട് ആദ്യം റൂമിന് പുറത്ത് ചാടും, പിന്നെ അടുക്കളയിൽ കയറും, പിന്നെ ഹാളിൽ കയറും, പിന്നെ സിറ്റ് ഔട്ടിലായി, പിന്നെ പുറത്തായി. ഇതൊക്കെ ആരാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്നേഹമില്ലടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറയുന്നത് പരസ്പരം സ്നേഹമില്ല, വിശ്വാസമില്ല. എന്തുകൊണ്ട് സംഭവിച്ചു അത്?
പരസ്പരം സ്നേഹവും മനസ്സു തുറന്ന് സ്നേഹിക്കാൻ കഴിയണം, മനസ്സു തുറന്ന് പരസ്പരം പങ്കുവെക്കാൻ കഴിയണം. അതാണ് ഭാര്യയും ഭർത്താവും. അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. പലരും ചോദിക്കും, ഉസ്താദെ വലിയ സമാധാനമില്ല ഉസ്താദെ, സന്തോഷമില്ല ഉസ്താദെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ഇന്ന് സമാധാനമില്ലടോ. ഈ വാഴ് കേൾക്കാൻ വന്നിരിക്കുന്ന പണക്കാരനാണ്, സമ്പത്തുണ്ട്, കാറുണ്ട്, വീടുണ്ട്, അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുകയാ, ഉസ്താദേ മരിക്കണമെന്ന് തോന്നുകയാണ്, സമാധാനമില്ല, സന്തോഷമില്ല. പെങ്ങളെ, സ്വർണം ആവശ്യത്തിനുണ്ട്, ഫർദയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ആരോഗ്യമുണ്ട്. അല്ലാഹ് എനിക്കെല്ലാം തന്നു പെങ്ങള്, അല്ലാഹു നിനക്കെല്ലാം തന്നിട്ടും നീ പറയുന്നു, ഉസ്താദ് എന്റെ പുതിയാപ്പള മാത്രം നേരെയായില്ലല്ലോ. മക്കളെ ഓർത്തിട്ടാ ഉസ്താദ്, ഇല്ലെങ്കിൽ എന്നേ ഞാൻ പോയേന്. ഞാൻ മരിക്കാൻ പലപ്പോഴും തീരുമാനിച്ചതാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വിവാഹം കഴിച്ച അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വിവാഹം കഴിക്കണേ, വിവാഹം കഴിച്ചാൽ അല്ലാഹു അവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കും, അവർക്ക് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, നിനക്ക് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറുകയാണ്. സ്നേഹമില്ലടോ, സ്നേഹമില്ലടോ. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാ തയ്യാറാകുന്നില്ല. ചതിയാണ്, വഞ്ചനയാണ്, ചതിയാണ്, വഞ്ചനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, എന്തിനാ മോളെ അല്ലാഹു തന്ന ജീവിതം ഇങ്ങനെ മെഴുകുതിരി ഉരുക്കുന്നത് പോലെ ഉരുക്കി ഉരുക്കി കളയുന്നത്? എന്തിനാ ചതി കാണിക്കുന്നത്? ചതിക്കുന്നവരെങ്ങനെയാ നാളെ പരലോകത്ത് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരെ, ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരെ, ചതിയന്മാര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രംഗമെങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നാളെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച ഒരു വിഭാഗം വരികയാണ്. അവരിടഞ്ഞിടഞ്ഞാണ് വരുന്നത്. അവരുടെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. പടച്ചവനെ, പുഴുത്തു നാറിയ കോലത്തില് ജനങ്ങൾ മുഴുവനും മൂക്കുപൊത്തുകയാണ് ദുർഗന്ധം കാരണം. അങ്ങനെ വൃത്തികെട്ടവരെ പോലെ നാളെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചിട്ട് നടക്കാൻ കഴിയാതെ ഇഴഞ്ഞിഴഞ്ഞു വരുന്ന വിഭാഗം ആരാ നബിയേ? ആരാ നബിയേ? സ്വഹാബാ, അവര് ചതിയന്മാരാ സ്വഹാബ. അതുകൊണ്ട് പെങ്ങള്, പരസ്പരം വിശ്വാസമുണ്ടാകണം പെങ്ങള്. ചെറുപ്പക്കാരാ, സ്നേഹമുണ്ടാകണം മോനെ. നിനക്കതിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് തിരിച്ചു നീങ്ങും നിന്റെ ഭാര്യയും കൂടെ വീട്ടിലേക്ക് പോവുകയാ. നടന്ന് നടന്ന് ആരാരുമില്ലാതെ വീടിന്റെ ഇടവഴിയിലെത്തി. നിന്റെ കൂടെ നീയും ഭാര്യയും മാത്രമേ ഉള്ളൂ, കൂടെ വേറെ ഒരാളുമില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും വീടിന്റെ ഇടവഴിയിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ച, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യില് നാട്ടുകാര് കാണാനല്ല, റോഡിലൂടെ ബൈക്കിന്റെ പുറകില് ഭാര്യയെ വെച്ച് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാര് നടു റോഡിലൂടെ പോകുമ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അഭിനയമാടോ, അഭിനയമാടോ, ഷോയാടോ? എടോ സഹോദരാ, അല്ലാഹുവിന്റെ
വ്യക്തി കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് ചേർത്ത് പിടിച്ചാ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ചിരിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ ചിരിക്കണം പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കു പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് സന്തോഷിപ്പിക്കു പെങ്ങള്. സഹോദരാ, നീ കൊട്ടാരം പണിത് കൊടുക്കണ്ട, 100 പവൻ വാങ്ങിക്കൊടുക്കണ്ട. നിന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ മതി, അവളോടൊന്ന് സംസാരിച്ചാ മതി. എന്ത് സമാധാനമാണെന്നറിയോ? ചിരിക്കണേ സഹോദരാ, ആ ചിരി നിനക്ക് നഷ്ടമാകില്ല. മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാമാ പുഞ്ചിരി. അത്രയ്ക്കും പുണ്യമുണ്ട് കുടുംബ ജീവിതത്തിന്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിലും കുടുംബം സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുക്ക്. നഷ്ടമാകില്ലടോ, നഷ്ടമാകില്ലടോ. നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ വെറുതെ അല്ലാഹുവിന് കൊടുക്കണ്ട. വെറുതെ നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണ്ട. അല്ലാഹുവേ കൊടുത്ത പ്രതിഫലം നിനക്കൊക്കെയാണ്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കണ പൊന്നുമോനെ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദഖയ്ക്ക് പവറുണ്ടോ, സദഖയ്ക്ക് പവറുണ്ടോ. ഏതു മാരകമായ രോഗത്തെയും തട്ടിമാറ്റാ സദഖയ്ക്ക് പവറുണ്ട്. സഹോദരാ, ഏത് കീറി മുറിക്കുന്ന രോഗമാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. പെങ്ങളെ ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ വേദന മാറുന്നില്ല, രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഉമ്മ, രോഗം മാറണോ ഉമ്മ, വേദന മാറണോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് രോഗം വന്നാ അവര് സദഖ കൊടുക്കുമടോ, സദഖ കൊടുത്ത് ചികിത്സിക്കുമടോ. അതാ പള്ളിക്ക് കൊടുക്കുന്നത്, അതാണ് കോളേജുകൾക്ക് കൊടുക്കുന്നത്, അതാണ് മദ്രസകൾക്ക് കൊടുക്കുന്നത്. സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറയുന്നത് രോഗം ശിഫയാക്കാനുള്ള മരുന്നാ. ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞ് കൊടുക്കുമോനെ. ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാണ്. പടച്ചവരെ, ഒരടയാളവുമില്ലടോ. ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോ കാസർഗോഡുകാരനായ പടച്ചവനെ ഒരു കൂട്ടുകാരൻ, അല്ലാഹുവേ ആ സഹോദരന് നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കാസർഗോഡ് നെല്ലിക്കുന്നുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കോഴിക്കോട് നിന്ന് കയറിയതാണ്. പടച്ചവനെ, ഞാൻ നോക്കുമ്പോ ഒരു സഹോദരൻ സൈഡിൽ കിടക്കുന്നുണ്ട്, തലയിൽ മുടിയില്ല, മാസ്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, അല്ലാഹുവേ പടച്ചവനെ, സംസാരിച്ചപ്പോ പെങ്ങളെ 4 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാ വരുന്നത്. ഉസ്താദേ, 4 ലക്ഷം രൂപ ഒരു ഇഞ്ചക്ഷന്, പടച്ചവനെ എന്ന് ചിന്തിച്ചു നോക്കടോ. ലക്ഷങ്ങൾ പോകുന്ന വഴിയറിയില്ല. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ.
ചെറുപ്പക്കാരാ, കളിച്ചും ചിരിയും തമാശയുമായി നടക്കുകയാ. പടച്ചവനെ, തലവേദനയാണ് ഒരു ചെറുപ്പക്കാരന്. പടച്ചവനെ, ഒരു പൊന്നുമോനെ തലവേദനയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ, സ്കാൻ ചെയ്തപ്പോ ഡോക്ടർമാർക്കൊരു സംശയമാണ്. പടച്ചവനെ, 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാ പറഞ്ഞു വിട്ടിരിക്കുകയാ. റഹീമായ അല്ലാ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ഈ മാസം 30-ാം തീയതി അവന് 18 വയസ്സ് തികയുകയാ. ബർത്ത്ഡേ ആഘോഷിക്കാൻ കാത്തിരുന്നവനാ സഹോദരാ. ഇത്രയേ മനുഷ്യന്റെ കാര്യമുള്ളൂ. പടച്ചവനെ, നിമിഷം നേരം മതി ട്യൂമർ വരാൻ, ക്യാൻസർ വരാൻ, എന്തെല്ലാം മാരക രോഗങ്ങളാണ്. പടച്ചവനെ, കിഡ്നി മാറ്റി വെക്കാൻ മുസ്തഫ എന്ന് പറയുന്ന പയ്യന്നൂരുകാരൻ നാടിന്റെ പരിസരമാണ്. അല്ലാഹുവേ, എറണാകുളം ലക്ഷർ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയമാണ്. 2 കിഡ്നിയും മാറ്റിവെച്ച സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ലക്ഷങ്ങൾ ചെലവഴിച്ച് മാറ്റിവെച്ച മനുഷ്യനാണ്. ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നതൊന്നും മതിയാകില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, വീടും പറമ്പും സ്വർണവും പോയാലും അത് മുഴുവനും വിറ്റാലും മാറാത്ത രോഗങ്ങൾ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ നാഥാ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റല്ല അല്ലാ. ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ.